അജീഷിന് നേരെ കയ്യേറ്റം ഉണ്ടായോ? ഷർട്ട് കീറിയോ അജീഷിന്റെ? MP-മാർ വന്നിട്ടുണ്ട്, MLA-മാർ വന്നിട്ടുണ്ട്, പാർട്ടി നേതാക്കൾ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഉന്മേഷ് അത് ഷർട്ട് കീറി, പക്ഷേ അത് എനിക്ക് നേരെയല്ല കയ്യേറ്റം ഉണ്ടായത്. അവിടെ ഒരു ബഹളം ഉണ്ടായപ്പോൾ അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. നമുക്കിപ്പോൾ ആ വിഷയം അത് നമ്മൾ വലിയ കാര്യമാക്കുന്നില്ല. കാരണം ഇപ്പോൾ അവിടെ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്, അവർ ബന്ധുക്കൾ സംസാരിക്കുന്നുണ്ട്. ഈ കേസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ നിയമ നടപടി എന്ന് പറയുന്നത് ഞങ്ങൾ കുടുംബമായിട്ട് ആലോചിച്ചിട്ടാണ്. ഇന്ത്യയിലെ തന്നെ സമുന്നതനായ ഒരു നീതിന്യായ പീഠത്തിൽ പ്രവർത്തിച്ച ഒരാളുടെ അഭിപ്രായ പ്രകാരമാണ് അമൃതദാസിനെ ഞങ്ങൾ ഇവിടെ വക്കീലായിട്ട് വെച്ചിട്ടുള്ളത്. അത് കുടുംബവും സഭയും കൂടി ചേർന്നിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ അദ്ദേഹത്തിന്റെ തന്നെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ മേലെ ആരെങ്കിലും ഉപദേശം എടുക്കണം. കാരണം ഇന്നത്തെ വിധി വന്നിരിക്കുന്നത് അതിഭീകരമാണ്. റെയിൽവേ പോലീസിലുണ്ടായിരുന്ന കേസ് ഇപ്പൊ എന്തായി? NIA കേസായി മാറി. NIA ആണ് ഇവരെ ഇന്ററോഗേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇനി എല്ലാ 14 ദിവസവും എന്ത് ചെയ്യണം? ഇവർ NIA പറയുന്ന സ്ഥലത്ത് ഒപ്പിടാൻ വേണ്ടി ചെല്ലണം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി മാറിയല്ലോ. നിങ്ങൾ വായിച്ചില്ലേ? NIA ഇന്ററോഗേറ്റ് ചെയ്യണം എന്നുള്ള വിധിക്കകത്തുള്ളത്. എങ്ങനെയാണ് ഇത് മാറിയത്? എന്താണ് സംഭവിക്കുന്നത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് NIA ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല, NIA അന്വേഷിക്കേണ്ട ആവശ്യം പോലും ഇല്ലെന്നൊക്കെയാണ് ഉറപ്പ് നൽകിയത് കേരളത്തിൽ നിന്നുള്ള MP-മാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉറപ്പിനോട് ഞങ്ങൾ റെസ്പെക്ട് ചെയ്യാണ്. എല്ലാവരും നൽകിയ ഉറപ്പിനെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് എഫക്റ്റീവ്ലി വരുന്നത് എന്താണ്? ഈ ഉറപ്പുകളൊന്നും അല്ല, ഈ ഉറപ്പൊന്നും അല്ലല്ലോ. ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ NIA കേസ് ഒരിക്കലും ഏറ്റെടുക്കില്ല. പക്ഷേ ആ കോർട്ട് ഓർഡർ പറയുന്നത് NIA അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വന്ന കോടതി വിധിക്കകത്തുള്ള പോയിന്റാണ് പ്രശ്നം. അതായത് NIA ആണ് ഇവരെ ഇനി ഇന്ററോഗേറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കേണ്ട, TT കണ്ടുപിടിച്ചു, ഇവർക്ക് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു. TT അവിടുന്ന് പോലീസിനെ അറിയിക്കുന്നു, ആ പോലീസ് കേസെടുക്കുന്നു, റെയിൽവേ പോലീസ്. അത് പിന്നെ മാറി ഇപ്പം NIA എൻക്വയറിയിലേക്ക് മാറുകയാണ് ഇവർ. അത് ഭീകരമായ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ കുടുംബം അതിശക്തമായി ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾക്കിപ്പോൾ ജാമ്യം കിട്ടിയത് തന്നെ ഈ കേസിനകത്ത് മെറിറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസ് ഇല്ലാതാവാനുള്ള ശ്രമങ്ങൾ ഞങ്ങളെടുത്തും. ഈ കന്യാസ്ത്രീകളെ ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി കോടതികൾ കയറി ഇറങ്ങാനുള്ള ഒരവസരം ഞങ്ങൾ സൃഷ്ടിക്കില്ല. ഒട്ടും ആശങ്ക മാറിയിട്ടില്ല. ഞങ്ങൾ നല്ല ആശങ്കയിലാണ് ഈ കേസിന്റെ ഇന്ററോഗേഷൻ NIA-യിലേക്ക് മാറി എന്നൊക്കെയുള്ള വിധി വന്നതിൽ. പക്ഷെ അത് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോടും ജനപ്രതിനിധികളോടും ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ ജാമ്യം കിട്ടിയത് അവരുടെ എല്ലാവരുടെയും കൂടി പ്രവർത്തനം തന്നെയാണ്, ഞങ്ങളുടെ അഡ്വക്കേറ്റിന്റെയും പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഈ കേസ് ഇല്ലാതാക്കാൻ നിങ്ങൾ മനസ്സിലാക്കി. 2 കന്യാസ്ത്രീകൾ നാളെ മുതൽ കോടതി വരാന്തേ പോയിട്ട് അവർ മനുഷ്യക്കടത്തും മതപരിവർത്തനവും നടത്തിയെന്ന് പറഞ്ഞ് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായുള്ള എന്താ അവസ്ഥ? ജയിലിൽ കിടക്കുന്നതിനേക്കാളും ഭീതി ഇതല്ലേ? അവരെ ചുറ്റുപാടുള്ള ആൾക്കാരെ എങ്ങനെ കാണുക? അവരെങ്ങനെ സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കും? അവരെങ്ങനെ പാവപ്പെട്ട ജനങ്ങളോട് സേവനം നടത്തും? അതുകൊണ്ട് ഈ കേസിന്റെ FIR റദ്ദ് ചെയ്യാൻ വേണ്ടി ഈ കേസിൽ ഇടപെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ള മുഴുവൻ ആളുകളും FIR റദ്ദ് ചെയ്യാനും കൂടി ഇടപെടണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഈ NIA കേസ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇനി വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇനി ഈ കേസ് അന്വേഷിക്കുക, കന്യാസ്ത്രീകളെ ഇന്ററോഗേറ്റ് ചെയ്യുക, അവരോട് ചോദ്യം ചോദിക്കുക NIA ആയിരിക്കും. സ്വാഭാവികമായിട്ടും വലിയ ആശങ്ക തന്നെ നിലനിൽക്കുന്നുണ്ട്. അതാണ് കുടുംബാംഗങ്ങൾ പങ്കുവച്ചത്. ഇനി അങ്ങോട്ട് എന്താണ് എന്നുള്ളതിന്റെ വലിയ ആശങ്ക, വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് MP-മാരോട് പറഞ്ഞത് NIA ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. അതുകൊണ്ട് NIA ഈ കേസ് സെഷൻസ് കോടതിയിൽ തന്നെ വീണ്ടും കൊടുക്കണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അന്ന് പറഞ്ഞത്. പക്ഷേ ആ ഉറപ്പുകളൊക്കെ പാഴാകുന്നു എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. NIA ഈ കേസ് അന്വേഷിക്കേണ്ടി വരും എന്നാണ് കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്താണ് എന്നുള്ളതിന്റെ വലിയ ചോദ്യം, വലിയ ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇനി NIA ഈ കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്താൽ അത് ഏത് സാഹചര്യത്തിൽ ചോദ്യം ചെയ്താൽ എങ്ങനെയായിരിക്കും, അത് വലിയ രീതിയിൽ ബാധിക്കും, സഭയെ ബാധിക്കും എന്നുള്ള ഒരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ കോൺവെന്റ് വിട്ട് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നമുണ്ട്, പുറത്തിറങ്ങണമെന്നാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ മാധ്യമ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങിക്കൊള്ളൂ. ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അവിടെ നേരിയൊരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു നേരത്തെ ലൈവ് റിപ്പോർട്ടിങ്ങിനിടെ. അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ആ കോൺവെന്റിനുള്ളിലേക്ക് പോലീസ് നീക്കിയത്. ഇപ്പോൾ കോൺവെന്റ് വിട്ട് ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ കോൺവെന്റിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ ഇപ്പോൾ ദുർഗിലെ കോൺവെന്റിൽ എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. വലിയ വിഷമം അനുഭവിച്ചു ജയിലിൽ കന്യാസ്ത്രീകൾ എന്നാണ് അവരുമായി സംസാരിച്ച ശേഷം ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പറഞ്ഞത്. ആ സംഘം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. മാധ്യമപ്രവർത്തകരും കോൺവെന്റിന് മുന്നിൽ തന്നെയുണ്ട്.